നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം നടുങ്ങിയിരിക്കെ ബാരാമുള്ളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞ് സൈന്യം. 2 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. ദമ്പതികളെ കൊന്ന കേസിലെ പ്രതി തൃശൂർ മാളയിലെ മേലടൂരിൽ നിന്ന് പിടിയിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം ഇന്നു മുതൽ. ലോക നേതാക്കളും വിശ്വാസികളും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക്. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ മയക്കുവെടിവെച്ച് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃശൂർ നഗരത്തിൽ ഇന്നലെ വൈകിട്ട് 6:30 വീശിയടിച്ച കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. നായ്ക്കനാലിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു. പലിശയ്ക്ക് വാങ്ങിയ പണം തിരികെ നൽകിയിട്ടും പണയം വെച്ച പാസ്പോർട്ട് തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തിയയാളെ അറസ്റ്റ് ചെയ്തു. രാസലഹരി കേസിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ ആളെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പള്ളിക്കര സ്വദേശി AM ആസിഫാണ് പിടിയിലായത്. വിശദമായ വാർത്തയിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം നടുങ്ങിയിരിക്കെ ബാരാമുള്ളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞ് സൈന്യം. 2 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തു. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം രാജ്യത്തെയാകെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ നേതാവ് സെയ്ഫുള്ള കസൂരി എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ബൈസരൻ വാലിയിൽ നടന്നത് ലഷ്കർ ISI ആസൂത്രിത ആക്രമണമെന്ന് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ പങ്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭീകരരെത്തിയത് 2 ബൈക്കുകളിലായാണെന്നാണ് സൂചന. അതേസമയം സൗദി അറേബ്യയിൽ നിന്നും തിരിച്ചെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. S ജയശങ്കർ, അജിത് ഡോവൽ, വിക്രം മിശ്രി എന്നിവരുമായാണ് കൂടിക്കാഴ്ച. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ജമ്മു കാശ്മീർ PCC പ്രസിഡന്റ് താരിഖ് ഖർറ എന്നിവരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ രാഹുൽ ഗാന്ധി അറിയിച്ചു. ദമ്പതികളെ കൊന്ന കേസിലെ പ്രതി തൃശൂർ മാളയിലെ മേലടൂരിൽ നിന്ന് പിടിയിൽ. അസം സ്വദേശി അമിത് ഉറാങ് ആണ് പിടിയിലായത്. കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെ മുൻ ജോലിക്കാരനായിരുന്നു അസംകാരൻ അമിത്. പ്രതി മൊബൈൽ ഫോൺ ഓൺ ചെയ്തത് നിർണായകമായി. വിരലടയാളത്തിൽ നിന്നാണ് പ്രതി അമിത് ഉറാങ് തന്നെയെന്ന് ഉറപ്പിച്ചത്. 6 മാസം മുൻപുള്ള ഫോൺ മോഷണ കേസിലെ വിരലടയാളവും ഇന്നലത്തേതും ഒന്നുതന്നെയാണ്. അമിതിന്റെ കയ്യിൽ നിന്നും നഷ്ടമായ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വിജയകുമാറിന്റെ വീട്ടിൽ നിന്നും കിട്ടി. കൊലപാതകം ലക്ഷ്യമിട്ട് കോട്ടയത്തെത്തിയ പ്രതി തിരുവാതുക്കലിന് സമീപത്ത് ലോഡ്ജിലാണ് താമസിച്ചത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങളും ലോഡ്ജിൽ നിന്നും ലഭിച്ചു. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ. വിജയകുമാറിനെയും ഭാര്യ മീരയെയും കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊന്ന നിലയിലാണ് കണ്ടെത്തിയത്. കൊലപാതകം നടന്ന തിരുവാതുക്കലിലെ 6 അടി ഉയരമുള്ള മതിലുകളോടുകൂടിയ വലിയ വീടിന് CCTV ക്യാമറകളും കാവൽ നായയുമുണ്ടായിരുന്നു. സംഭവ സമയത്ത് കാവൽ നായ കുരച്ചില്ല. മാത്രമല്ല വീട്ടിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ DVR കാണാനുമില്ല. ഇതോടെ മോഷണ ശ്രമമല്ല കൊലയ്ക്ക് കാരണമെന്ന് പോലീസിന് വ്യക്തമായി. 1 വർഷം മുൻപ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശി അമിത് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഇതിനു മുൻപ് അമിത് വീട്ടിൽ നിന്ന് വില കൂടിയ ഫോൺ മോഷ്ടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇയാൾ വീണ്ടും വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിരലടയാളമാണ് കൊലക്കേസിൽ നിർണായകമായത്. ഇന്നലെ രാവിലെ 8:30 വീട്ടിലെ ജോലിക്കാരി എത്തിയപ്പോഴാണ് അരും കൊലയുടെ വിവരം പുറത്തറിഞ്ഞത്.
വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ സ്വീകരണ മുറിയിൽ വിജയ്കുമാർ ചോരയിൽ കുളിച്ചു മരിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു ആദ്യം കണ്ടതെന്ന് ജോലിക്കാരി പോലീസിന് മൊഴി നൽകി. തൊട്ടടുത്ത മുറിയിൽ ഭാര്യ മീരയുടെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം ഇന്നു മുതൽ. ലോക നേതാക്കളും വിശ്വാസികളും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മൃതദേഹം വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കും. കാസ സാന്താ മാർത്തയിൽ നിന്ന് 12:30 വിലാപയാത്രയായാണ് മൃതദേഹം എത്തിക്കുക. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച വരെ പൊതുദർശനം തുടരും. ലോക നേതാക്കളെയും രാഷ്ട്രത്തലവന്മാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാൻ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തും. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുക. സിങ്ക് പൂശിയ മരത്തിൽ തീർത്ത കഫീനിലാണ് പാപ്പായുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നത്. ചുവന്ന മേലങ്കിയും മാർപ്പാപ്പയുടെ മൈറ്റർ കിരീടവും ധരിപ്പിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് 10,000-കണക്കിന് വിശ്വാസികളാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ മയക്കുവെടിവെച്ച് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂട്ടം തെറ്റിയ ആന ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തിയിട്ടും വനപാലകർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം ആനയുടെ മുൻപിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരായ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റോഡിന്റെ വശങ്ങളിലുള്ള തോട്ടങ്ങളിലും പറമ്പുകളിലുമാണ് ആന തമ്പടിക്കുന്നത്. പല സമയങ്ങളിലും റോഡിലേക്കിറങ്ങുന്ന ആനയുടെ മുൻപിൽപ്പെടുന്ന യാത്രക്കാർ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികളും ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത്. തൊഴിലാളികളെയും പരിസരവാസികളെയും ആക്രമിക്കാനെത്തുന്ന ആനയ്ക്ക് വനപാലകർ സംരക്ഷണം നൽകി കൊടുക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ ചേരുന്ന യോഗങ്ങളിൽ തൊഴിലാളി യൂണിയനുകളുടെ അഭിപ്രായം അറിയാനോ വനം വകുപ്പിന്റെ ഉന്നതാധികാരികൾ ശ്രമിക്കാറില്ലെന്ന് റബ്ബർ എസ്റ്റേറ്റ് ലേബർ കോൺഗ്രസ് INTUC ജനറൽ സെക്രട്ടറി ആന്റണി കുറ്റൂക്കാരൻ പറഞ്ഞു. ആനയെ മയക്കുവെടിവെച്ച് ജനവാസ മേഖലയിൽ നിന്ന് അകറ്റാൻ നടപടി ആവശ്യപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതായും ആന്റണി കുറ്റൂക്കാരൻ അറിയിച്ചു. തൃശൂർ നഗരത്തിൽ ഇന്നലെ വൈകിട്ട് 6:30 വീശിയടിച്ച കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. നായ്ക്കനാലിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു. നഗരത്തിലെ സ്വരാജ് റൌണ്ടിൽ ഉൾപ്പെടെ മിക്ക റോഡുകളിലും മരം വീണ് ഗതാഗത തടസ്സം നേരിട്ടു. മഴയോടൊപ്പം കടുത്ത ഇടിമിന്നലും അനുഭവപ്പെട്ടിരുന്നു. തൃശൂർ പാലസ് റോഡിൽ മരം വീണ് 6 ബൈക്കുകൾ തകർന്നു. കിഴക്കുംപാട്ടുകര സന്തോഷ് റോഡിൽ മരങ്ങൾ വീണു. ബിനി ടൂറിസ്റ്റ് ഹോമിന് സമീപം മരം റോഡിലേക്ക് വീണ് ഡിവൈഡറുകൾ തെറിച്ചുപോയി. മാരാർ റോഡിൽ എനാർക്ക് അപ്പാർട്ട്മെന്റിന് സമീപം മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കുറുപ്പം റോഡ്, പാട്ടുരായ്ക്കൽ, ഷൊർണൂർ റോഡിൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിന് സമീപം എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിന് പിറകുവശത്തും ഇക്കണ്ടവാരിയർ റോഡിലെ 33 kV സബ് സ്റ്റേഷന് സമീപവും പറവട്ടാനി ഫോറസ്റ്റ് ഓഫീസിന് സമീപവും കൂടാതെ കൂർക്കഞ്ചേരി അമ്പല പരിസരം, പൂങ്കുന്നം ഗണപതി അഗ്രഹാരം, രാമനിലയം പരിസരം, കിഴക്കുംപാട്ടുകര, അയ്യന്തോൾ എന്നിവിടങ്ങളിലെല്ലാം മരം വീണ് വൈദ്യുതി മുടങ്ങി. ഒല്ലുക്കര ചെറുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ആൽമരം വീണ് ട്രാൻസ്ഫോമർ തകർന്നു. എൽത്തുരുത്ത് PB റോഡിൽ മരം വീണ് വൈദ്യുതി മുടങ്ങി. കിഴക്കുംപാട്ടുകരയിൽ പണി നടക്കുന്ന വീടിന്റെ ട്രസ് കാറ്റിൽ പറന്നുപോയി. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലുള്ള കെട്ടിടത്തിന്റെ ട്രസ്സും ഇളകി മാറിയിട്ടുണ്ട്. വൈകിട്ട് 7:00 മുടങ്ങിയ വൈദ്യുതി നഗരത്തിലെമ്പാടും രാത്രി വൈകും വരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. പലിശയ്ക്ക് വാങ്ങിയ പണം തിരികെ നൽകിയിട്ടും പണയം വെച്ച പാസ്പോർട്ട് തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തിയയാളെ അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ മാടത്ത ഷാനു എന്ന ഷനിലിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കരൂപ്പടന്ന പള്ളിനട സ്വദേശി സൈനബയാണ് ഷനിലിൽ നിന്ന് 2 ലക്ഷം രൂപ പലിശയ്ക്ക് കടം വാങ്ങിയത്. സൈനബയുടെയും മകളുടെയും പാസ്പോർട്ടുകളും ചെക്ക് ലീഫുകളും പണയം വച്ചാണ് തുക മേടിച്ചത്. 15,000 രൂപ പലിശയായി എടുത്തതിനു ശേഷം 1,84,000 രൂപയാണ് സൈനബയ്ക്ക് ഷനിൽ നൽകിയത്.
തുക തിരികെ നൽകിയതിനു ശേഷം വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് പാസ്പോർട്ട് തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ഷനിൽ കൊടുക്കുവാൻ തയ്യാറായില്ല. 1 ലക്ഷം കൂടി നൽകണമെന്നും അല്ലെങ്കിൽ ജീവിക്കുവാൻ അനുവദിക്കുകയില്ല എന്നും ഭീഷണിപ്പെടുത്തി. സൈനബയുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ പ്രതി കോടതി ഉത്തരവ് പ്രകാരം പോലീസിന് മുൻപാകെ ഹാജരാവുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം ഉൾപ്പെടെ 34 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷനിൽ. കാപ്പ പ്രകാരം കരുതൽ തടങ്കലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇരിങ്ങാലക്കുട SHO MS ഷാജൻ, SIമാരായ CM ക്ലീറ്റസ്, KA സേവ്യർ, പ്രസന്നകുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KV ഉമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. രാസലഹരി കേസിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകിയയാളെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പള്ളിക്കര സ്വദേശി AM ആസിഫാണ് പിടിയിലായത്. ഡാൻസ് ഹൌസ് സംഘത്തിന്റെ രഹസ്യ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. പ്രതിയെ ഗുരുവായൂർ കാവീട് എന്ന സ്ഥലത്തു നിന്നുമാണ് പിടികൂടിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനുവരി 31-ന് പുത്തൻപള്ളി പരിസരത്ത് വെച്ച് മനക്കൊടി സ്വദേശിയായ പ്രണവിൽ നിന്ന് ഈസ്റ്റ് പോലീസ് 10.28 ഗ്രാം രാസലഹരി പിടികൂടിയിരുന്നു. അന്വേഷണത്തിൽ ആസിഫാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഇൻസ്പെക്ടർ MJ ജിജോയുടെ നേതൃത്വത്തിൽ SI ബിപിൻ P നായർ, ASI സന്ദീപ്, CPOമാരായ ഹരീഷ്, ദീപക്, അജ്മൽ, സുരജ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 275 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9015 രൂപ, പവന് 72,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം നടുങ്ങിയിരിക്കെ ബാരാമുള്ളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞ് സൈന്യം. 2 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. ദമ്പതികളെ കൊന്ന കേസിലെ പ്രതി തൃശൂർ മാളയിലെ മേലടൂരിൽ നിന്ന് പിടിയിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം ഇന്ന് മുതൽ. ലോക നേതാക്കളും വിശ്വാസികളും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക്. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ മയക്കുവെടി വെച്ച് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃശൂർ നഗരത്തിൽ ഇന്നലെ വൈകിട്ട് 6:30 വീശിയടിച്ച കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. നായ്ക്കനാലിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു. പലിശയ്ക്ക് വാങ്ങിയ പണം തിരികെ നൽകിയിട്ടും പണയം വെച്ച പാസ്പോർട്ട് തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തിയയാളെ അറസ്റ്റ് ചെയ്തു. രാസലഹരി കേസിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ ആളെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പള്ളിക്കര സ്വദേശി AM ആസിഫാണ് പിടിയിലായത്. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.